നമ്മുടെ വീട്ടിലെ സുന്ദരി മാവിൽ നിന്നും പറിച്ച മാങ്ങ ഉപ്പിലിടാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷം ഒത്തിരി മാങ്ങ ഉണ്ടായിരുന്നു, പക്ഷെ ഇത്തവണ അത്ര അങ്ങ് ഉണ്ടായിട്ടില്ല. അതിലെന്താ പറ്റിയത് എന്നറിയില്ല. മറ്റു മാവുകളൊക്കെ, നാടൻ മാവുകളൊക്കെ നന്നായി കായ്ച്ച സമയമാണ്, പക്ഷേ ഇതിൽ അത്രയധികം കായ ഉണ്ടായില്ല. എന്നിരുന്നാലും നമുക്ക് അത്യാവശ്യത്തിനുള്ളത് ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പം 2 പറിച്ചെടുത്ത് അത് ഉപ്പിലിടാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക്, അതും നമ്മുടെ അടുക്കള തോട്ടത്തിൽ നിന്നാണ് പറിക്കുന്നത്. അമ്മയുടെ സംരക്ഷണയിൽ വളരുന്ന നമ്മുടെ മുളകിൻ തൈയിൽ നിന്ന് ഞാനിങ്ങനെ അത്യാവശ്യത്തിനുള്ള മുളക് പറിച്ചെടുക്കുകയാണ്. അത് അരിഞ്ഞിടാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നമ്മൾ ഉപ്പ് വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ വെക്കേഷൻ നമുക്കിപ്പോൾ നമ്മൾ യാത്രയൊക്കെ പോകുമ്പോഴാണല്ലോ ഇങ്ങനെ ഉപ്പിലിട്ട മാങ്ങയൊക്കെ വാങ്ങി കഴിക്കാറുള്ളത്. നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ ഇതുപോലെയുള്ള മാങ്ങ ഉണ്ടച്ചാൽ നമുക്ക് ഇട്ട് വയ്ക്കാവുന്നതാണ്. ഇതിന് നല്ല നീളമുള്ള മാങ്ങയാണ്, നല്ല ഉപ്പിലിട്ടാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നമ്മളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഇത് പച്ചയ്ക്ക് കഴിക്കാൻ ഭയങ്കര പുളിപ്പുള്ള മാങ്ങയാണ് കേട്ടോ. പണ്ട് നമ്മുടെ വീട്ടിൽ ഒരു മാവുണ്ടായിരുന്നു. അത് ഒരുവിധം മൂപ്പായാൽ ആ മാങ്ങ പച്ചയ്ക്ക് കഴിക്കുമ്പോൾ നല്ല മധുരമായിരുന്നു. പക്ഷേ ഇത് പുളിപ്പാണ്. ഒരു പുതിയ വെറൈറ്റിയാണ്. നമ്മളങ്ങനെ പണ്ടത്തെ മാവിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടൊന്നും വാങ്ങിയതാണ് കേട്ടോ. അതേ വലുപ്പത്തിലുണ്ടാവുന്ന മാങ്ങ നോക്കി വാങ്ങിച്ചതാണ്. പക്ഷെ ഇത് ഉപ്പിലിട്ട് കഴിഞ്ഞാൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല പഴുപ്പാവുമ്പോൾ മാത്രമാണ് മധുരം വരുന്നുള്ളൂ. പച്ചയ്ക്ക് ഇതിന് ഭയങ്കര പുളിപ്പാണ്. വെക്കേഷന് ഇതൊക്കെ ഒരു രസമാണല്ലോ, മാങ്ങ ഉപ്പിലിട്ടത് കഴിക്കുന്നതൊക്കെ. മുളകും ഉപ്പും ചേർത്ത് കഴിക്കുന്നതും ആവാം, അല്ലെ ഉപ്പിലൊക്കെ ഇട്ട് കഴിക്കാനും ടേസ്റ്റാണ്. ഒരു രസം.